വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നും എൻ്റെ തൊണ്ട ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടേ, ഒരു കരകരപ്പ്. ആ 2 കൈ വന്ന നമ്മുടെ അങ്കുൻ്റെ ആട്ടോ ക്യാമറയുടെ മുന്നിൽ. ഞാൻ പിന്നെ 2 വഴക്കും എടുത്തപ്പോൾ തിരിഞ്ഞു പോയി. സൺഡേ മോർണിംഗ് ആണ്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുക. സിമ്പിൾ ആയിട്ടൊരു വെജിറ്റബിൾ സ്റ്റൂവും ഇടിയപ്പവുമാണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനായിട്ട് ഉള്ള പച്ചക്കറി, ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങൊക്കെ ഹോൾ സ്പൈസസ് ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇടിയപ്പം മാവ് കുഴച്ചെടുക്കാം. പുഞ്ചപ്പൊടി ആട്ടോ, അത് തീർന്നു, ലാസ്റ്റാണ്. അങ്ങനെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റൂവിൽ ഇനി ഞാൻ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പശുമ്പാൽ അങ്ങ് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇടിയപ്പം പിഴിഞ്ഞ് വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പുഞ്ചപ്പൊടി കഴിഞ്ഞു. സ്റ്റൂവിനായിട്ട് കാച്ചിയ പാല് ഞാനിനി വേവിച്ച് വെച്ചേക്കുന്ന പച്ചക്കറി കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. വറുത്തൊന്നും ഇടണ്ട കേട്ടോ. അത് സിമ്പിളായിട്ട് ഇടിയപ്പത്തിന് പറ്റിയൊരു സ്റ്റൂ ആയത്. ഇടിയപ്പത്തിന് മാത്രമല്ല, നമ്മുടെ പാലപ്പം ഉണ്ടല്ലോ, നമ്മുടെ അപ്പം, അതിൻ്റെ കൂടെയും ബെസ്റ്റ് സ്റ്റൂ ആണ് സംഭവം. പുട്ടിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ആട്ടോ. എരിവിനായിട്ട് നമ്മൾ കുരുമുളകും പച്ചമുളകും മാത്രമേ ചേർക്കത്തുള്ളൂ, മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല. പിന്നെ വറുത്തൊന്നും ഇടത്തില്ല. തേങ്ങാപ്പാൽ വേണമെങ്കിൽ അത് ഒഴിക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് സിമ്പിളായിട്ട് അതങ്ങ് ഒഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മുടെ മീഡ് വന്നിട്ടുണ്ട്. പുളിക്കറി വരുമ്പോൾ ഞാനൊന്ന് വഴിമാറി കൊടുക്കും. കാരണം വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അടുക്കളയിൽ നിന്നൊക്കെ ചുറ്റിക്കറങ്ങിയാൽ അത്ര വൃത്തിയായില്ല. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത പരിപാടി ഒരു ഷേക്കടിയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാറായി. ഇന്ന് ഞായറാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നാളെ മുതൽ പുതിയ അക്കാഡമിക് സെഷൻ അങ്കുന് തുറക്കുകയാണ്. 8ാം ക്ലാസ്സിലോട്ട് ഉള്ള ഫസ്റ്റ് ഡേ സ്കൂൾ. ഞാനിതേ മിസ്ലി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അങ്കൂനും രാക്കയ്ക്കും ഇച്ചിരി പാലിലിട്ട് കൊടുക്കാമല്ലോ. രാക്കയാ പറഞ്ഞ കേട്ടോ. രാക്കയ്ക്കിനെ മാറി മാറി ഓരോന്ന് വെയിറ്റ് ലോസിന് പരിശോധന ഇരിക്കും. അപ്പോൾ ഞാൻ ഓൺലൈൻ വന്നുകൊണ്ടൊന്ന് ചെക്ക് ചെയ്തു. അപ്പം സീലിംഗ് ഒക്കെ പൊട്ടിക്കാൻ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഷെയ്ക്കിൽ ഞാൻ കുറച്ച് അതിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ പഴവും ബോൺവിറ്റയും. അതുപോലെ തന്നെ ഈ സാധനം ഞാൻ കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. പാലും ചെറുതായിട്ടൊന്ന് കട്ടിയാക്കിയതേ ഉള്ളൂ. തണുത്ത പാൽ ഒഴിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ചിയാ സീഡും കുതിർത്തി വെച്ച് അതും കൂടെ ഇട്ടിട്ട്, അതിട്ട് അരക്കത്തില്ല കേട്ടോ, ലാസ്റ്റ് ഒന്ന് ഇട്ട് കുടിക്കത്തേ ഉള്ളൂ. സംഭവം ഇതാണ്. റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ചൂടൊക്കെ വരുവാണെങ്കിൽ, ഇവിടെ വലിയ ചൂടില്ലെങ്കിലും നല്ല സുഖം നമുക്ക് കുടിച്ച് കഴിയുമ്പോൾ. അങ്കുന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള എല്ലാം സെറ്റാക്കി വെച്ച് കേട്ടോ. നമ്മുടെ ടിഫിൻ ബോക്സുകളെല്ലാം കഴുകി വെച്ചു. കുറേ നാളായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഡിന്നർ നമ്മൾ ഇന്ന് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ തന്തൂരി ബിരിയാണിയാണ്. ഇവിടെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അവർ തന്തൂരി ബിരിയാണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ 2 ചിക്കൻ ബിരിയാണിയും 1 എഗ് ബിരിയാണിയും 1 വെജിറ്റബിൾ ബിരിയാണിയും പറഞ്ഞു. നല്ല ക്വാണ്ടിറ്റി ആട്ടോ ഇവരുടെ. അപ്പോൾ ആ ഒരു പ്ലേറ്റിൽ ഇരുന്നത് 1 ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണി എടുക്കുമ്പോൾ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയും എഗ് ബിരിയാണിയും അങ്ങനെ വെച്ചു. എഗ് ബിരിയാണിയിൽ എഗ് ഇങ്ങ് മാറ്റിയിട്ട് റൈസ് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ അങ്കുവിന് ഇട്ട് കൊടുത്തു. അവരുടെ കൂടെയുള്ള സാലഡ് ഇത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ സാലഡ് പോലെ അവർ റൈത്ത. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തന്തൂരി അല്ലേ. ഇതങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ. രാവിലെ 5:30 കഴിഞ്ഞു. ഞാൻ അലാം 5:30ക്ക് അലക്സയോട് പറഞ്ഞ് അത് അടിച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് ഞാൻ നമ്മുടെ റൂമിലെ കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ ചന്ദ്രനാണ് ഉദിച്ച് നിൽക്കുന്നത്. ഇനിയൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ആകെ അന്ധകാരമാണ്. അതിലൂടെ നമ്മൾ കുറേ നാൾക്ക് ശേഷം സ്കൂളിൻ്റെ പരിപാടിക്കായി നമ്മുടെ കിച്ചണിലേക്ക് എൻട്രി ചെയ്യുകയെന്ന് പറയാം. ടിഫിനിൽ ഇന്ന് ഞാൻ അവന് സത്യം പറഞ്ഞാൽ ആ വെജിറ്റബിൾ ബിരിയാണി ഒന്ന് ആവി കയറ്റി കൊടുക്കുക കേട്ടോ. കാരണം നല്ല ക്വാണ്ടിറ്റി ചോറുണ്ടായിരുന്നേ അത്. അപ്പോൾ അവന് ടേസ്റ്റായിട്ട് അങ്ങ് കഴിക്കുകയും ചെയ്യാമല്ലോ. ആവി കയറ്റിയാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. സമയം 6 മണിയാകാൻ പോകുന്നു. ഇന്ന് വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. അത് ജസ്റ്റ് ഒന്ന് ആവി കയറാൻ വെച്ചാൽ മതി. അപ്പോൾ പുറത്ത് വെള്ള കീറി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു പ്രത്യേക മണവും സുഖവും ഉണ്ട് പുറത്തിറങ്ങിയപ്പോൾ. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇത്രയും നേരത്തെ വീണ്ടും എഴുന്നേൽക്കുന്നത്. അപ്പോൾ ടിഫിൻ ബോക്സൊക്കെ ഉണങ്ങി ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി പാല് കാച്ചാൻ വെക്കണം. ഓരോരോ കാര്യങ്ങളിലേക്ക് വീണ്ടും നമ്മുടെ സെയിം റൂട്ടീൻ ആണെങ്കിലും ഇടയ്ക്കൊരു ബ്രേക്ക് വന്നിട്ട് വീണ്ടും ആ റൂട്ടീനിലേക്ക് പോവുമല്ലേ. അപ്പോൾ അങ്ങനെ പാലൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇതിനകത്തോട്ട് വെച്ചിട്ട് അങ്ങ് ടൈം സെറ്റ് ചെയ്ത് കൊടുത്തോട്ടെ. ഇഡലി പാത്രമാണെങ്കിൽ നമുക്ക് ഗ്യാസ് വേണ്ടല്ലോ, സ്റ്റീലായതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ആവി കയറി കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണി വെച്ചിട്ട് ഞാൻ ഫ്രൂട്ട്സ് ബ്രേക്കിന് ആപ്പിളും കുറച്ച് നട്ട്സും ഇതെല്ലാം കൂടെ. ഞാൻ വെജ് ബിരിയാണി ആട്ടോ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ എഗ് ബിരിയാണി അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയിട്ട് വേണ്ടല്ലോ എഗ് ബിരിയാണി. കാരണം അവൻ്റെ ഫ്രണ്ട്സ് ചിലർ നോൺ വെജിറ്റേറിയൻ കഴിക്കാത്തവരുണ്ട്. അപ്പോൾ അറിയത്തില്ലല്ലോ, അവർ അറിയാതെ മുട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്ത് കഴിച്ചാലോ. ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ അവർക്ക് കാണുമ്പോൾ അറിയാമല്ലോ, അവർ കഴിക്കത്തില്ല. അപ്പോൾ ഇത് ഞാൻ വെജ് ബിരിയാണിയാണ് ആവി കയറ്റി വെച്ച് കൊടുക്കുന്നത്. പിന്നെന്താ ഫ്രൂട്ട്സ്, നട്ട്സ്, വാട്ടർ ബോട്ടിൽ. ശരിക്കും മറന്നു പോയൊരു പ്രതീതിയായിരുന്നു കേട്ടോ എല്ലാം. ഞാനത് കാരണം വീണ്ടും ക്രോസ് ചെക്കൊക്കെ ചെയ്തിട്ട്
സെറ്റിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്കുവിന്റെ ഈ വർഷത്തെ ഫസ്റ്റ് ഡേ, സ്കൂളിലേക്കുള്ള ഫസ്റ്റ് ഡേയുടെ ടിഫിൻ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അവനും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ, എഴുന്നേറ്റ് വന്നിരിപ്പുണ്ട്. ഫസ്റ്റ് ഡേ എക്സൈറ്റ്മെന്റ് കാണുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, ഭാവഭേദമൊന്നുമില്ല. 7 മണിക്കാണ് ബസ് വരുന്നത്. ഇവന്റെ സ്കൂളിലെ ബസ്സാന്ന് തോന്നുന്നു ഫസ്റ്റ് വരുന്നത്. പിന്നെയാണ് 3-4 സ്കൂളുകളുണ്ട് ഇവിടെ കേട്ടോ ചുറ്റും. ഇന്ന് ബുക്കെല്ലാം കൂടെ എടുത്തോണ്ട് പോകുന്നില്ല കേട്ടോ, കുറച്ച് ബുക്കേ എടുത്തിട്ടുള്ളൂ. കാരണം ഉള്ള വെയിറ്റ് ഫസ്റ്റ് ഡേ തന്നെ ചുമക്കണ്ടല്ലോ. നമ്മൾ ടൈം ടേബിളൊക്കെ കിട്ടിയിട്ട് ബാക്കി എടുത്തോണ്ട് പോയാൽ മതി. വിൻഡോസിന് ഈ സമയത്ത് പോകുമ്പോൾ ഇരുട്ടും മഞ്ഞൊക്കെ അല്ലേ, ഇപ്പം നല്ല തെളിച്ചമുള്ളതുകൊണ്ട് നമുക്ക് പോകുന്ന കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. അതേ പോയിട്ടുണ്ട്. ബസ് വരുമ്പോൾ നമ്മളെ വിളിക്കുമെങ്കിലും കുറച്ച് പോയി നിൽക്കട്ടെ, ഫസ്റ്റ് ഡേ കൂടെ അല്ലേ. സ്കൂളിൽ പോകാൻ നല്ല മടിയാണ് കേട്ടോ, എനിക്കറിയത്തില്ല എങ്ങനെ മടിയെന്ന്. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചെറിയ മടിയുള്ള കൂട്ടത്തില്ല സ്കൂളിൽ പോകാൻ. അപ്പോൾ രാക്കയുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മിസ്ലിയാണ്. അത് ജസ്റ്റ് പാലിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിനകത്ത് നട്ട്സ്, ഇത് പല പല രീതിയിലുള്ളത് കിട്ടും. ഇതിപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആണ്. ഹണിയുടെയും വന്ന് ഇരിപ്പുണ്ട്. ആദ്യം ഇതാ പൊട്ടിച്ചത്, നേരത്തെ ആക്കി ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ സീസണിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. രാക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം കുറയണമെന്നാണ് ആഗ്രഹം. അപ്പം ഞാൻ എന്തായാലും കുറച്ച് ഫ്രൂട്ട്സും, അതായത് പഴവും ആപ്പിളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈബറും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ചെല്ലുമ്പോൾ കുറച്ച് എനർജി കിട്ടുമല്ലോ. പാലും ഒക്കെ അല്ലേ, കാൽഷ്യം എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഒരു ബൗള് അത് കഴിച്ചുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ തേരാക്കെ റെഡിയായി. രാവിലത്തെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ തലേനിറയെ എണ്ണ തേക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂട് വന്നെങ്കിലും അങ്ങോട്ട് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ വെളിച്ചെണ്ണ എത്തിയിട്ടില്ല. കുറച്ച് പാടാണ്. ചെറിയൊരു വെയിലിൻ്റെ വെട്ടം കാണിച്ചിട്ടാണ് ഞാനത് ഉരുക്കി ഒരുവിധം എടുത്തത്. കണ്ടോ, കുറച്ച് തന്നെ ഇരിക്കുക. ഇന്നിപ്പോൾ ലഞ്ചിന് ഞാൻ സിമ്പിൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പരിപ്പ് കറി കേട്ടോ. തേങ്ങ അരച്ചിട്ട് നമ്മുടെ തൊലിയില്ലാത്ത പയറുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതിനകത്ത് വറുത്തിടണ്ടല്ലോ, അപ്പം ഞാൻ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറേ നാളാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട്. എൻ്റെ ചോറും വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാം, നമ്മുടെ കിളിയുടെ കൂടില്ലേ, അത് ഞാൻ പറഞ്ഞല്ലോ പൂച്ച പിടിച്ചെന്ന്. ഇത് അച്ചൻകിളി കേട്ടോ, ബ്ലാക്ക് കളറിലായിരുന്നു അച്ചൻകിളി. അമ്മക്കിളി വേറൊരു കളറായിരുന്നു. പാവം നമ്മുടെ അച്ചൻകിളി വന്നിട്ട് അമ്മക്കിളീനെ മുട്ടയും നോക്കിയപ്പോൾ കൂടേയില്ല. അപ്പോൾ അതിങ്ങനെ കീന്നിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. നമ്മൾ സംസാരിക്കുന്നതല്ല അതിനും ലാംഗ്വേജ് കാണുക, അപ്പോൾ അത് അതിൻ്റെ ലാംഗ്വേജിൽ വിളിക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു അമ്മക്കിളി എന്തായാലും പറന്നു പോയിട്ടുണ്ട്. പൂച്ച അതിനെ പിടിക്കാൻ വഴിയില്ല, മുട്ടയും കൂടുമാണ് പോയത്. കൂടി ഇപ്പോഴും താഴെ കിടക്കുകയാണേ. അങ്ങനെ നമ്മുടെ അങ്കുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.